ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സമാദരണീയരായ അധ്യക്ഷർ, ബഹുമാന്യരായ ഉലമാക്കൾ, ഉമറാക്കൾ, സാദാത്തുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ, പോഷകഘടകങ്ങളുടെ എല്ലാം തന്നെ പ്രവർത്തകന്മാർ, ഈ സ്ഥാപനത്തിലെ മഹൽ വ്യക്തിത്വങ്ങളായ ഉസ്താദുമാർ, അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രഗത്ഭരായ ഭാരവാഹികൾ, സംഘാടകർ, ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭരായ നമ്മുടെ യുവ പണ്ഡിത വര്യന്മാർ, അതുപോലെ തന്നെ ഈ പള്ളിയുടെ ഭാരവാഹികൾ, സംഘാടകർ, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സാദാത്തുക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാനായ നന്ദിയിൽ ഉസ്താദിന്റെ നമ്മുടെ എല്ലാം തന്നെ ഉസ്താദും ശൈഖുനയുമായിരുന്ന മർഹൂം ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സറഹൽ അസീസ് കോട്ടുമാല ഉസ്താദ് വലിയവരുടെയുണ്ട് ആശീർവാദത്തിന്റെയും പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിന്റെയും എല്ലാം തന്നെ ഫലമായിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഈ പ്രദേശത്തിനും ഈ സംസ്ഥാനത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും ലോകത്തിന് പോലും വളരെയധികം സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ, വാഗ്മികൾ, എഴുത്തുകാർ, അതേപോലെ തന്നെ മുദരിസമാർ, ഖത്തീബുമാർ എന്ന് വേണ്ട എല്ലാ മേഖലയിലും എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെ നിറഞ്ഞ് തിളങ്ങി നിൽക്കുന്ന ദാരിമ്യം, അവരെല്ലാം തന്നെ നമ്മുടെ ഈ സമുദായത്തിന്റെ പ്രവർത്തനങ്ങൾക്കും പ്രചാരണത്തിനും പ്രബോധനത്തിനും വേണ്ടി എല്ലാ വേദികളിലും പ്രദർശിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തെ, ഈ പ്രസ്ഥാനത്തെ, സമുദായത്തെ തന്നെ ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അതിനെ ചളിവാരി തീർക്കുവാൻ, വികലമാക്കി തീർക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പല ആളുകൾ, അവർക്ക് ചുട്ട മറുപടി തന്നെ നൽകാൻ കഴിവുറ്റ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെയാണ് ഈ സ്ഥാപനം എന്നും ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഇതിന് തുടക്കം കുറിച്ച മഹാന്മാരുടെ എല്ലാം തന്നെ മഹത്വം നമുക്ക് അധികമായി ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അല്ലിൽ ഹയാത്തുൽ ഇസ്ലാം ഇമാദുദ്ദീൻ, ഇസ്ലാമിലെ ജീവൻ, ഇസ്ലാമിലെ ഹയാത്ത്. അറിവില്ലെങ്കിൽ ഇസ്ലാമില്ല, അതിന് ജീവനില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിവിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് തുടക്കം കുറിച്ച ആ വാക്യം അറിവിന്റെയും അതേപോലെ തന്നെ വിജ്ഞാനത്തിന്റെയും പണ്ഡിതരുടെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, അതെല്ലാം തന്നെ അറിവിന്റെയും ആ പണ്ഡിതന്മാരുടെയും അധ്യാപകന്മാരുടെയും എല്ലാം തന്നെ മഹത്വമാണ് വിളിച്ചോതുന്നത് എന്ന് നമുക്ക് തുറന്നു തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഖുർആനും ഹദീസും ഇതെല്ലാം തന്നെ പഠിച്ചുകൊണ്ട് ഈ സമൂഹത്തെ നേരായ വഴിയിലേക്ക്, സന്മാർഗത്തിലേക്ക്, തെറ്റായ വഴിയിൽ നിന്ന് അവരെ നന്മയിലേക്കും സന്മാർഗത്തിലേക്കും തന്നെ തെളിച്ച് വിടുവാൻ വേണ്ടിയുള്ള ഒരു മഹത്തായ സ്ഥാപനം. ധാരാളം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സ്ഥാപനങ്ങൾ ഇതിന്റെ കീഴിൽ ഇന്നിവിടെ ഇരിക്കുന്ന ധാരാളം ആളുകൾ ഇതിനു വേണ്ടി എന്ത് തന്നെ ചോദിച്ചാലും ഒരു മടിയും കൂടാതെ, ഒരു കെട്ടിടം വേണം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ വേണം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരു മടിയും കൂടാതെ
വാരിക്കോരി ചൊരിഞ്ഞ് കൊടുക്കുന്ന മഹത്തായ വ്യക്തികൾ. അല്ലാഹു അവരുടെ ഏർപ്പാടിൽ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലത്തെ നമ്മുടെ പല നേതാക്കന്മാരും ഉസ്താദുമാരുമെല്ലാം തന്നെ പലരും രോഗികളാണ്. അല്ലാഹു അവരുടെയും നമ്മുടെയും രോഗത്തെ ശിഫയാക്കി തരുമാറാകട്ടെ. പലരും മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു അവർക്ക് മർഹമത്തും മാഗ്ഫിറത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടു തരുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി എത്രയോ പണമാണ് ഇവിടെ നമുക്ക് ചിലവാക്കേണ്ടത് എന്ന ആ രേഖ നമ്മുടെ പ്രഗത്ഭരായ സെക്രട്ടറി AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇവിടെ വരച്ച് കാണിക്കുകയുണ്ട്. അതെല്ലാം തന്നെ ഈ ചരിത്ര മുഹൂർത്തം സാക്ഷ്യം വഹിക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള കെട്ടിടം തന്നെ വളർന്നു വന്നത് നമ്മുടെ വലിയ അത്ഭുതമാണ്. വളരെയധികം നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിക്കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പഠിച്ചു പോകുന്ന ഈ കുട്ടികളെയും ഈ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ ഓരോ മഹല്ലിലും ഒരു നല്ല ചിട്ടയും വ്യവസ്ഥയുമുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള കഴിവ് അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കും ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനപൂർവ്വം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.